തോമസ് വൈദ്യനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പറയാം. ശരി. ആ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ഒരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ട്. അവരോട് എന്റെ കൺസൾട്ടിംഗ് റൂമിൽ ഇരിക്കാൻ പറയൂ. ഈ നേരത്ത് വന്നവരെ നിരാശരാക്കി മടക്കി അയക്കരുതെന്നാണ് കർത്താവ് പറയുന്നത്. ശരി സാർ. ഇരിക്കൂ. സാധാരണ സാറ് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ സംസാരിക്കാൻ തയ്യാറാവില്ല. പിന്നെന്തോ ഇന്ന് അദ്ദേഹം നല്ല മൂഡിലാണെന്നാ തോന്നുന്നത്. കുട്ടിക്ക് ഭാഗ്യമുണ്ട്. നമസ്കാരം സാർ. ജയപാലം പുറത്തു നിൽക്കൂ. ശരി. കുട്ടി ഇരിക്കൂ. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ടാ വന്നത്. ഹസ്ബൻഡ് എന്ത് പറ്റി? അത് പിന്നെ അതായത് അയാളുടെ 12ാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായ ഒരു ആക്സിഡന്റിൽ അച്ഛനെ അയാൾക്ക് നഷ്ടപ്പെട്ടു. അയാളുടെ കാലുകളുടെ സ്വാധീനവും, അല്ലേ? അതെ. അതിനുശേഷം ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും എന്നു വേണ്ട എല്ലാം നോക്കിക്കാണും, അല്ലേ? നോക്കിയെന്നാ പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 മാസം. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്തുകൊണ്ടാണ് കുട്ടി അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്? അത് പിന്നെ എന്നെ അദ്ദേഹം പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ ഒരു സഹതാപം തോന്നി. പിന്നെ ദൈവത്തിന് മുന്നിൽ പോയി നറുക്കിട്ട് നോക്കിയപ്പോ ആ ആളെ തന്നെ വിവാഹം കഴിക്കണമെന്നാ നറുക്ക് വീണത്. അതായത് ദൈവം പറഞ്ഞിട്ടാണ് കുട്ടി അയാളുടെ ഭാര്യ ആയതെന്ന് അർത്ഥം, അല്ലേ? അതെ. എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കുട്ടിയോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞത്. വർഷങ്ങളായുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരാളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അയാളെ കാണണോ വേണ്ടോ എന്ന് എനിക്ക് തോന്നും. പിന്നെ വന്നപ്പോ ഹസ്ബൻഡിനെ കൂടെ കൂട്ടാത്ത എന്താ? അത് അദ്ദേഹം അറിയാതെ ഞാൻ വന്നത്. പേഷ്യൻസിനെ കാണാതെ ഒന്നും പറയാൻ പറ്റില്ല. 10-18 വർഷമായി കുട്ടി പറഞ്ഞ സംഭവം നടന്നിട്ട്. അയാളുടെ കാര്യത്തിൽ ട്രീറ്റ്മെന്റും മെഡിസിനും പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആളെ നേരിൽ കണ്ടെങ്കിൽ മാത്രമേ എന്റെ ശ്രമങ്ങൾക്ക് ഫലം കാണുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ദൈവം കൂട്ടി യോജിപ്പിച്ചവരല്ലേ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. ദൈവത്തെ പോലൊരാളാ എന്റെ കണ്ണേട്ടൻ.
എന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ടാ ഇങ്ങനൊരു വിധി വന്നേന്നറിയില്ല. ആ വിധിയെ മറികടക്കാൻ അതേ ദൈവം തന്നെ കുട്ടിയെപ്പോലൊരു ഭാര്യയെ അയാൾക്ക് കൊടുത്തില്ലേ? കർത്താവ് ഭൂമിയിൽ ഒരേ സമയം സ്വർഗവും നരകവും പണിയാറുണ്ട്. എല്ലാ സുഖത്തിനും ഒരു മറുവശം കൂടിയുണ്ടെന്നർത്ഥം. ഏതായാലും മോളുടെ ഹസ്ബൻഡിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് വരാൻ നോക്കൂ. അത് കഴിഞ്ഞിട്ട് എന്തു വേണമെന്ന് ഞാൻ പറയാം. ശരി സാർ. പിന്നെ ഫീസൊക്കെ? ഫീസൊക്കെ നമുക്ക് നിശ്ചയിക്കാം. ആദ്യം ആളെ കൊണ്ടുവാ. ശരി സാർ.